ഹായ് ഫ്രണ്ട്സ്, DA ഫാമിലി വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങള് കുഞ്ഞു ട്രിപ്പ് പോവാണ്. അതിന്റെ കൊച്ചു വീഡിയോ ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് എങ്ങടെ പോകണം, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം. വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ പോവുകയാണ്. കുറവാണ്, വീട്ടിലൊക്കെ കുറവാണ്. നമ്മളെ അച്ഛന്റെ കുട്ടിയാണ്, ദേവുട്ടനാണ് അച്ഛന്റെ കുട്ടി. പക്ഷെ ദേവുട്ടനെ സങ്കടമായി മുമ്പിൽ ഇരിക്കാൻ പറ്റുന്നത്. ദേവുട്ട സങ്കടപ്പെട്ടിരിക്കുകയാണ്. ദേവുട്ടൻ നമ്മളെ കുറച്ച് കഴിഞ്ഞാൽ മുമ്പിൽ ഇരുത്തും. ഇല്ല, അപ്പൊ ആനിമോള് വാശിക്കാരിയാണ്ട് ആനിമോളെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ബേക്ക് ഇരുത്തട്ടോ. നല്ല പ്രത്യേക ഭംഗിയാണ്. എവിടെ കൊക്ക് കൊക്ക് കൊക്കാണ്, കൊക്ക് കൊറ്റി 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 കൊക്ക്. ചാടി. ഇതാണ് ലാഭമേള. പോരുമ്പോ ഇവിടെ നിന്ന് ഇറങ്ങണം. ചെടിച്ചട്ടികളെ കുറെ ഉണ്ട്. 50 രൂപയ്ക്ക്. കോഴിക്കോട് അരിക്കോട് കടമ്പോൾ 23 കിലോമീറ്റർ. റോഡൊക്കെ അടിപൊളി. ഇതാണ് നമ്മള് റീൽസ് കണ്ട റോഡ്. അടിപൊളി റോഡ്. അമ്മേന്റെ അനിയത്തിന് വീട്ടിൽ ഇതിലാണ് നമ്മൾ പോകണ്ടോ. ഇവിടുന്ന് ചായ പിടിക്കാൻ കയറുണ്ട്. ഇവിടെ ചായ പിടിക്കാനോ. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങളിതാ പോണ വഴി ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ മാത്രം എന്താ ഒരു സ്പെഷ്യല് കൊള്ളാലങ്ങള്. ഇപ്പൊ അവിടെ എല്ലാരും ചായ കുടിയിലാണ്. ഏട്ടന് മാത്രം കണ്ട് ജ്യൂസ് അത് ഓർഡർ ചെയ്ത് ഞാൻ കണ്ടില്ല. ഫ്രണ്ട്സ്, ഞങ്ങളിതാ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നേരെ പോവാണ്. കൊറേ നേരം വൈകിട്ടോ. ഇവിടുത്തെ പ്ലാനിങ് ഒക്കെ എന്തൊക്കെയാവും എടുത്തോല്ല. നമുക്ക് ഒരുപാട് നേരം വൈകി. റിസോർട്ടിലൊക്കെ ലേറ്റ് ഉള്ള തുടങ്ങിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ കുന്നുമലയൊക്കെ താണ്ടി നല്ല റോഡിലേക്ക് എത്തി. ഒരു ചീഞ്ഞ റോഡ് കോഴിക്കോട് ഡിസ്ട്രിക്ട്. പക്ഷെ അത് കാണില്ല. മാനി പോയിസ് അല്ല ഉണ്ട്, കാണുന്നുണ്ട്. ഒരു വലിയ അപ്പൊ അങ്ങനെ നമ്മള് നല്ല റോഡ് എന്താ ഭംഗിയിലേ നോക്കമ്മാ. ഞങ്ങള് പറയുമ്പോ അങ്ങനെ നമ്മൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ IV ലോഞ്ച് റിസോർട്ട് കേട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ചെറിയൊരു പ്രശ്നമുണ്ട്. 2 വണ്ടിയും കൂടി ഉണ്ടായതുകൊണ്ട് നമ്മളത് സെറ്റാക്കാണ്. ഏട്ടാ നിങ്ങളെന്താ കോരി പിടിക്കണേ? അഴകിയല്ല. വൈകുന്നേരം നമ്മൾ ചിക്കൻ പൊരിയാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ പൊരിക്ക് വേണ്ടി ചിക്കൻ നമ്മൾ ഇവിടുന്ന് വാങ്ങി ചെറുതാക്കി വെട്ടിയിട്ട് ചില്ലിക്ക് വേണ്ടി വെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ചില്ലിക്കുള്ള ചില്ലി പൗഡർ വാങ്ങിയിട്ടുണ്ട്. കെട്ടും കെട്ടി ഞങ്ങൾ പോവാണല്ലേ. ചിക്കൻ കളല്ലേ കേട്ടോ. അതിൽ ചിക്കനാണ് കളയല്ലേ. അളിയാ അതെന്താ അളിയാ? അതാണ് ബിയർ ഗായ്സ്, ബിയർ. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത പൂള്. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ റിസോർട്ട് കേട്ടോ. അപ്പൊ നമുക്ക് റിസോർട്ടിന്റെ കാഴ്ചകൾ കാണാം. ഇത് നമ്മള് സാധാരണക്കാർക്ക് ഒരു 2 കപ്പിൾസ് 2 ഫാമിലിക്ക് സുഖമായിട്ട് 2 ഫാമിലിക്ക് ഒരുപാട് ആൾക്കാർ പറ്റില്ല. മാക്സിമം 7 ആൾക്കാരാണ് ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അത്ര ചെറിയൊരു റിസോർട്ടാണ്. സാധാരണക്കാർക്ക്
സാധാരണക്കാർക്ക് മാത്രം, ഒരു കുഞ്ഞു ഫാമിലി, കുഞ്ഞു ഫാമിലിക്ക് മാത്രം പറ്റുന്ന ചെറിയ പൂള് കാര്യങ്ങളൊക്കെ ഉള്ള റിസോർട്ടാണ്. അപ്പോൾ നമ്മുടെ റിസോർട്ടിന്റെ വീഡിയോസ് കാണാം. അപ്പോൾ കാണിച്ചു കൊടുക്കില്ലേ? അപ്പൊ വെള്ളപ്പാനിട്ട് വന്നത് അമ്മ 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 ഇതുപോലെ സ്റ്റെപ്പ്, നല്ല കാറ്റാട്ടോ അല്ലേ? നല്ല കാറ്റ്. വേനൽക്കാലത്ത് സുഖം കിട്ടില്ല നമ്മടെ. അപ്പൊ നമ്മളിങ്ങനെ കയറി വരുമ്പോ 2 ബെഡ്റൂമുകളില്. അപ്പൊ നമുക്ക് ആദ്യം ഈ ബെഡ്റൂം കാണാം. ഫസ്റ്റ് നമ്മളിതാ ഈ ഒരു ബെഡ്റൂം, നമുക്ക് 2 ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. നല്ലൊരു സെറ്റപ്പും കാര്യമുള്ള ബെഡ്റൂം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മറ്റേ ഓടാട്ടത്. ഇവിടെ ഇതിന്റെ ആവശ്യമില്ല, നല്ല ചൂട് കുറവാ, തണുപ്പാണ് ഇവിടെ. പിന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു അലമാരുണ്ട് കേട്ടോ അവിടെ, അങ്ങനെ വെക്കാം, സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ബാത്റൂം കാര്യങ്ങളൊന്നും കാണട്ടെ. സാധാ നമ്മുടെ എല്ലാരും ഫോട്ടോ ഒക്കെ വിളിക്കുന്നുണ്ട്. കുറച്ച് വൈകിയത് കൊണ്ട് ഈ ഇരുട്ടാവുമ്പേക്ക് ഫോട്ടോ എടുക്കണം. അപ്പൊ അതിന് എല്ലാരും വിളിക്കണം. നമുക്ക് വേഗം അതൊന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ പൂൾ കേട്ടോ. നമുക്ക് നല്ല സെറ്റ് ആയിട്ടുള്ള പൂള് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും നല്ല മനോഹരമായിട്ടുള്ള പൂളൊക്കെ നമുക്ക് പൂള് നല്ല വ്യൂസ് ആട്ടോ, നല്ല വ്യൂ ആണ് അവിടെ. പൂള് നല്ല കാറ്റാ. ആ ദേവട്ടനപ്പം കാറ്റലോഗ് കൊണ്ടുവന്നു ബ്രോസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടില്ലേ. അപ്പൊ ദേവട്ടന് ഒരു ഹാഫ് ബ്രോസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത റൂം ഇതാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ കിച്ചൺ സൗകര്യം ഉണ്ട്. ചെറിയൊരു കിച്ചൺ നമുക്ക് പാചകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ അപ്പൊ നമ്മള് കുറച്ച് ചിക്കൻ മസാല പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇനി ഇവിടെ സെറ്റ് ആക്കാനുണ്ട്. അതിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പാത്രങ്ങളും എല്ലാം ഉണ്ട്. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. ഇതാണ് നമ്മൾ അടുത്ത റൂം. നെക്സ്റ്റ് AC കാര്യങ്ങളൊന്നുമില്ല, കാരണം സാധാ ഒരു കാരണം ഇവിടെ AC ആവശ്യമില്ല, നല്ല തണുപ്പുണ്ട്. അതെ സാധനങ്ങൾ വയ്ക്കാൻ ചെറിയൊരു അലമാര. ബാത്റൂം സാധാ അവിടുത്തെ സെയിം ഓക്കെ. സാധാ ബാത്റൂമാണ്. പിന്നെ നമുക്ക് ആള് കൂടുതലുണ്ട്, 2 ബെഡ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫുള്ള് ഫാമിലി ആയിട്ടാണ് പോന്നിട്ടുള്ളത്. അതുകൊണ്ട് 2 ബെഡ്. വീതി കാര്യങ്ങളൊന്നുമില്ല, വീതിയൊക്കെ നമ്മൾ ഇതിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. യെസ്. അപ്പൊ ഇങ്ങനെ ഇതാ സെറ്റായി ഫോട്ടോ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ഒരേ വൈബ് ആയതുകൊണ്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് എല്ലാവരും ഡാൻസും പാട്ടും ഒക്കെ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ആട്ടോ അപ്പൊ എല്ലാവരും നീറ്റ് പല്ലേക്ക് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ബ്രഷ് ഒന്നും ചെയ്യാത്തതാ മെയിൻ. എന്തുവാടേ നീ പല്ലേച്ചോടാ? ഇങ്ങനെ ട്രോൾ ചെയ്യാൻ കൊല്ലുന്നു. പല്ല് തേച്ചിട്ടില്ല, 2 ഫോട്ടോ. രാവിലെ നല്ല ഭംഗിയായിട്ടൊന്ന് കാണാം. കുറേ സ്ഥലത്ത് കോടകൾ ഇങ്ങനെ ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കുറേ റിസോർട്ടിൽ ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആളെ നിന്ന് വറക്കുന്നുണ്ട്. അപ്പം അതുപോലെ തിരക്കിൽ യാത്രകൾ ഉണ്ടാകുന്ന ഒരുപാട്. ഇത് മെയിൻ റോഡാട്ടോ, തിരക്ക് കുറിച്ച് യാത്ര ആൾക്കാർ കാണുന്നത്. ലീവാണ്. ഇതുവരെ കറണ്ട് വന്നിട്ടുണ്ട്, നല്ല കാറ്റായിരുന്നു ഇവിടെ. ഈ സീറ്റൊക്കെ പാറുന്ന സൗണ്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കേൾക്കും. ദേവട്ടൻ ചോദിച്ചു എന്തിനാ അങ്ങോട്ട് പോകുന്നത്, പേടിയാണ്. അതെ, ഡ്രസ്സൊക്കെ പാറി അവിടെ എത്തി. സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന കോട്ടേജ് കേട്ടോ. 2 റൂമുള്ള 2 ഫാമിലിക്ക് കുഴപ്പമില്ല. ചെറിയ പൂളും കാര്യങ്ങളൊക്കെ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ചെയ്യാൻ അയക്കട്ടോ. രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. എല്ലാവരും കൊത്തു. ചക്കടം പൊക്കുമ്പോൾ പൊട്ട് തൊട്ട് വന്നോട്ടെ വന്നിട്ടോ.
ഇന്നലെ കഴിച്ച മന്തി ഒരുപാട് ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും മന്തി അൽഫാമിൻ്റെ പീസ് ഉണ്ടായിരുന്നതാണ് കഴിച്ചത്. അപ്പോൾ ആദ്യം വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ പിന്നെ ഞങ്ങൾ കഴിക്കൽ തുടങ്ങിയപ്പോൾ എല്ലാവരും വന്ന് കഴിക്കൽ തുടങ്ങി. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരുമുണ്ടെങ്കിൽ ഒലക്കൽമും കിടക്കാന്ന് പറഞ്ഞ പോലെ ഒരു പ്ലേറ്റിൽ നിന്ന് വാരി കഴിക്കുന്ന രസം അത് വേറെ തന്നെയാണ്. നമ്മൾ ഈ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് അല്ല. അതുകൊണ്ട് ഞങ്ങൾ ഉള്ളത് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഇന്നലത്തെ ബാക്കിയുള്ളത് കഴിച്ചു. ഫ്രണ്ട്സ്, നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ എൻജോയ് ചെയ്തു. രാവിലെ മുതൽ കണ്ണൊക്കെ ചോത്തിരും. അതെ, പക്ഷെ നമ്മള് അറിയില്ലെന്ന് കിട്ടോ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവില്ല എന്നറിയില്ല. നമ്മൾ നേരത്തെ എടുത്ത ഇതിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് റൂം ഒന്നുകൂടി ചെക്ക് ചെയ്യണം. എന്തെങ്കിലും സാധനങ്ങൾ മറന്നു. റൂം ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് പോകണം. ഫ്രണ്ട്സ്, നമ്മളിതാ കക്കാടംപുഴ നേരെ നിലമ്പൂർ എത്തിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നതാണ്. അവിടുന്ന് ഫുഡൊന്നും കിട്ടില്ല. അപ്പൊ നമ്മൾ നിലമ്പൂർ എത്തിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ എല്ലാവരും ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. നല്ല മഴയാണ് കേട്ടോ. ഞങ്ങൾ ചായ കുടിച്ചിറങ്ങിയിട്ടുണ്ട്. പൊറാട്ടി ചിക്കനായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ പുറത്ത് നല്ല മഴയാണ്. ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല മഴയാണ്. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ പെട്ട് കഴിച്ചു. ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ അന്തിമ തീരുമാനം അതാണ് പറയുന്നത്. ആണ് ഗംഭീരമായിട്ട് മഴയാണ്. അപ്പൊ നിങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാം. ബ്ലോക്കിൽ കുടുങ്ങി നാട്ടിലേക്ക് പോവാണ്. അതിഗംഭീരമായ മഴയും. മാറ്റൂട്ടോ, ഗിയർ മാറ്റും. നല്ല ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇപ്രാവശ്യത്തെ വെക്കേഷൻ ട്രിപ്പ് അടിച്ചു പൊളിച്ചിട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.